നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാനിന്ന് എൻ്റെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഇന്നലെ നമ്മൾ വേഗമുറങ്ങൂ, സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങൂ എന്ന കവിതയായിരുന്നു കുറച്ച് വരികൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ആസ്വാദനക്കുറിപ്പ് എങ്ങനെ ഏത് രീതിയിൽ എഴുതാമെന്ന് നിങ്ങൾക്കൊരു ഉദാഹരണ സഹിതം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ കവിത ഞാൻ കുറച്ച് വരികൾ പറഞ്ഞു തന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി വരികൾ നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ ഓർത്തെടുക്കാം. അപ്പോൾ ആസ്വാദനക്കുറിപ്പാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ രീതിക്ക് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു പോവാം അല്ലേ. ലോക കവിതയുടെ പുതുധാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനും വിവർത്തകനും നിരൂപകനുമായ പ്രശസ്ത എഴുത്തുകാരൻ സച്ചിദാനന്ദൻ്റെ മനോഹരമായ ഒരു കവിതയാണ് വേഗമുറങ്ങൂ. പ്രകൃതി തൻ്റെ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്നതാണ് ഈ കവിതയിലെ രംഗമെന്ന് നാം കാണുന്നത്. പ്രകൃതി നമുക്കായി എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്നും പ്രകൃതി തൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഓമനിക്കുന്നുവെന്നും ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ അമ്മ നമുക്ക് താരാട്ട് പാടിത്തരുമ്പോൾ കിട്ടുന്ന സാന്ത്വനവും കരുതലും സ്നേഹവും എല്ലാം പ്രകൃതിയുടെ താരാട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നു. പ്രകൃതി എങ്ങനെ നമ്മുടെ അമ്മയാകുന്നു എന്നും പ്രകൃതി എങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്നുവെന്നും ഈ കവിതയിലുടനീളം നമുക്ക് വ്യക്തമാകുന്നുണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ നോക്കി അത്രയും അർത്ഥങ്ങൾ നോക്കാം അല്ലേ. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ, അമ്പിളി പൊൻതിടം വേന്തും കരിം കൊമ്പനായി രാത്രി വരുന്നു. അല്ലയോ മകളെ, സ്വർണ്ണ നിറം പൂണ്ട് വെയിൽ താഴോട്ട് വന്നു കഴിഞ്ഞു, സന്ധ്യാസമയമായി കഴിഞ്ഞു. കറുത്ത ആകാശത്തിൽ എന്ത് വന്നു, ചന്ദ്രനും വന്നു. അതെങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന കറുത്ത ആനയുടെ പുറത്ത് തിടമ്പ് എഴുന്നള്ളിക്കുന്നത് പോലെ ആര് വന്ന് നിൽക്കുകയാണ്, കറുത്ത ആകാശത്ത് ചന്ദ്രൻ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, വേഗത്തിൽ ഉറങ്ങണം. പിന്നെയോ, മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും അടങ്ങി, ജലാശയങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നമ്മുടെ കാടൊന്നാകെ, കാട്ടിലെ ജീവികളും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പായലിൽ മീൻമിഴി പൂട്ടി, നീലക്കായലിൻ സ്വപ്നമായി സൂര്യൻ. പായലില് കണ്ണോടെ ചാറുറങ്ങാൻ തുടങ്ങി. നമ്മുടെ മീൻകൂട്ടങ്ങൾ, മത്സ്യങ്ങളെല്ലാം ഉറങ്ങി. സ്വപ്നം കണ്ടുകൊണ്ട് ആരും ഉറങ്ങി, നമ്മുടെ കായലും ഉറങ്ങി. നാളെ സൂര്യൻ തിരിച്ചെത്തുമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ആരും ഉറങ്ങാൻ തുടങ്ങി, കായലും ഉറങ്ങാൻ തുടങ്ങി. പിന്നെയോ, പക്ഷിയും പാട്ടും അടങ്ങി. എവിടെ പോയി, കൂട്ടിൽ അല്ലേ. പക്ഷികള് പാട്ടൊക്കെ നിർത്തി തീറ്റയൊക്കെ തേടിയിട്ട് തിരിച്ചെങ്ങോട്ട് പോയി, അവരുടെ കൂടുകളിലേക്ക് മടങ്ങിപ്പോയി. അക്ഷരം ഏട്ടിൽ മയങ്ങി അല്ലേ. പുസ്തകത്താളിൽ ഇപ്പൊ ആര് മയങ്ങുവാണ്, നമ്മുടെ പുസ്തകങ്ങള് മയങ്ങുവാണ്. അതുകൊണ്ട് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞേ, നീ വേഗം ഉറങ്ങൂ. ഇന്നലെ നമ്മൾ ഇത്രയും ഭാഗവും നോക്കിയതല്ലേ. പ്രകൃതി ഒന്നാകെ ഉറങ്ങിക്കഴിഞ്ഞു, ഇനി നിനക്കുറങ്ങാനുള്ള സമയമാണ്. നിന്റെ അമ്മയാകുന്ന ഞാനിതാ നിനക്ക് വേണ്ടി താരാട്ട് പാടിത്തരികയാണ്. നീ എന്ത് ചെയ്യുക മകളെ, ഉറങ്ങുക. ഇനി എന്താണ് പറയുന്നത് നോക്കിക്കേ. നിങ്ങൾക്ക് കവിതയുടെ ഈണമൊക്കെ അറിയാം, നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് ചൊല്ലി നോക്കുക കേട്ടോ. ബാക്കി നോക്കിക്കേ. നീ ഉറങ്ങുമ്പോൾ മകളെ, ലോകം നീലമയിലിനെ പോലെ. അടുത്ത് പറയുകയാണ് എന്താ, അല്ലയോ മകളെ, നീ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ലോകം എന്തിനെ പോലെയാ, നീലമയിലിനെ പോലെയാണ്. എന്തിനെ പോലെയാണ്, നീലമയിലിനെ പോലെയാണ്. അതായത് നീ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ ആകാശം, നമ്മുടെ ഈ ഭൂമി നിനക്ക് എന്തായി മാറും, പല വർണ്ണങ്ങളുള്ള നല്ല ഭംഗിയുള്ള മയിലിനെ പോലെ നൃത്തം ചെയ്യും. നിന്റെ ഉറക്കത്തിൽ ഈ ഭൂമി, ഈ നീലാകാശം എന്തായി മാറും, നല്ല നൃത്തം ചെയ്യുന്ന ചാഞ്ചാടുന്ന മയിലിനെ പോലെ പല വർണ്ണങ്ങളുമുള്ള സുന്ദരിയായി മാറും. നീ ഉറങ്ങുമ്പോൾ സുന്ദരിയായി മാറും. അടുത്തെന്താ പറയുന്നത്, നിൻമിഴിക്കുള്ളിൽ മകളെ, കല്ലും പുല്ലും ഏറുന്നു ചിറകിൽ. നിൻമിഴി, മിഴി എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നലെ പറഞ്ഞു കണ്ണ്, നയനം, അക്ഷി, നേത്രം എന്നൊക്കെ പറയാന്നല്ലേ. നീ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, നിൻമിഴിക്കുള്ളിൽ, നിന്റെ കണ്ണിനുള്ളിൽ മകളെ, കല്ലും പുല്ലും ഏറുന്നു ചിറകിൽ. നോക്കിക്കേ, നിൻമിഴിക്കുള്ളിൽ മകളെ, കല്ലും പുല്ലുമേറുന്നു ചിറകിൽ. അതായത് എന്താണ്, നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ കണ്ണിൽ കാണുന്ന കല്ലുകളും പുല്ലുകളും പോലും എന്ത് ചെയ്യും, ചിറക് വെച്ച് പറന്ന്
ഉയരുന്നു. നീ ഉറങ്ങുന്ന സമയം നിന്റെ കണ്ണിൽ കാണുന്ന ഓരോ കല്ലുകളും ഓരോ പുൽനാമ്പുകളും ചിറക് വെച്ച് ഉയരുന്നു. ഈ 4 പേര് ഒരിക്കൽ കൂടെ നോക്കാം. മകളെ, നീ ഉറങ്ങുന്ന സമയം നിന്റെ മുന്നിൽ ഈ ലോകം, ഈ നീലാകാശം എന്തായി മാറും? വർണ്ണങ്ങളുള്ള മയിലിനെ പോലെ ചാഞ്ചാടും. നിന്റെ കണ്ണിനുള്ളിൽ കാണുന്ന കല്ലും പുല്ലുകളും പോലും എന്തായി മാറും? ചിറക് വെച്ച് പറന്നുയരും. അടുത്ത് നോക്കിക്കേ. നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും. നീ മയങ്ങുമ്പോൾ, മയങ്ങുക ഉറങ്ങുക, മയങ്ങുക ഉറങ്ങുക. നീ മയങ്ങുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ കിനാവിൽ, കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. കിനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം. നീ മയങ്ങുമ്പോൾ കിനാവിൽ, നീ ഉറങ്ങുമ്പോൾ സ്വപ്നത്തില് കൊടും പോർനിലം. പോർനിലം എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം. പോർനിലം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധക്കളം. പോർനിലം എന്ന് പറഞ്ഞാൽ എന്താണെടാ? യുദ്ധക്കളം. അതായത് ഇവിടെ പോർനിലം, യുദ്ധക്കളം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്താണ്? പല സംഘർഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് അല്ലേ? പക്ഷേ അതെല്ലാം ആ പകൽ സമയങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അല്ലെങ്കിൽ എല്ലാ ദുരിതങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ ഉറങ്ങുന്ന സമയം നമ്മുടെ പ്രകൃതി നമുക്ക് എന്താക്കി മാറ്റും? മനോഹരമായ പൂക്കളമായി മാറ്റും, പൂക്കളമാക്കി മാറ്റും. അതാ പറയുന്നത്, നീ മയങ്ങുമ്പോൾ കിനാവിൽ, നീ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം എന്തായിരിക്കും? യുദ്ധക്കളം പോലും എന്തായി മാറും? പൂക്കളം പോലെ മനോഹരമായ ഒന്നായി മാറും. പൂക്കളം പോലെ മനോഹരമായ ഒന്നായി മാറും. കാരണം പ്രകൃതി നമ്മളെ ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോടാ? ഇല്ല, നമുക്ക് വേണ്ടി നന്മ ചെയ്യാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത് നോക്കിക്കേ. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. അതായത് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചവും സമാധാനവും എല്ലാം തരുന്ന ഒരു വ്യക്തി ആരാണ്? അമ്മയാണ്. നമുക്കൊരു കുഞ്ഞു മുറിവ് പറ്റിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ആരായിരിക്കും? നമ്മളെക്കാൾ ഏറെ നമ്മുടെ അമ്മയായിരിക്കും അല്ലേ? നമുക്കൊരു അടി തന്നാലും മാറിയിരുന്ന് കരയുന്നത് ആരായിരിക്കും? നമ്മുടെ അമ്മമാർ തന്നെ ആയിരിക്കും. അതാണ് പറയുന്നത്, എന്താ? അമ്മയുടെ ആ സ്നേഹവും കരുതലും സാമീപ്യവും ഒക്കെ നമുക്ക് എന്താണ്? തലോടലാണ് അല്ലേ? എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹം, കരുതൽ, സാമീപ്യം എല്ലാം. അപ്പോ പ്രകൃതി ഇവിടെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും, ആരുമില്ലാത്തവർക്ക് പോലും ആരായി മാറും? അമ്മയായും നിലാവായും മാറും. അമ്മയായും നിലാവായും മാറും. ആ സ്നേഹസാഗരം നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി വെക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. എത്രയോ മക്കൾ ഉപേക്ഷിച്ച അമ്മമാരല്ലേ? എത്രയോ അമ്മമാരായിക്കോട്ടെ, വൃദ്ധരെയൊക്കെ ഉപേക്ഷിക്കുന്നത് അറിയില്ലേ നിങ്ങൾക്ക്? അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഓരോ കടവരാന്തയിലും അമ്പലമുറ്റങ്ങളിലും അല്ലാതെ ഓരോ സ്ഥലങ്ങളിലും കിടന്നുറങ്ങുന്നുണ്ടല്ലേ? രാത്രി സമയം എന്ത് ചെയ്യുന്നു? ബസ് സ്റ്റാൻഡിൽ പോലും കിടന്നുറങ്ങുന്നവരുണ്ട്. ആ സമയത്ത് അവര് ഇന്ന് ഉറങ്ങുന്ന സമയത്ത് ആരാ അവർക്ക് ഒരു ശ്വാസവായു നൽകുന്നത്? ശ്വസിക്കാനുള്ള വായു നൽകുന്നത്? ഉറങ്ങാനുള്ള ഇരിപ്പിടം ഒരുക്കുന്നത്? കാറ്റ് കൊടുക്കുന്നത് ആരാ? അവർക്കൊന്ന് തണുത്ത ആ ഒരു ഉറക്കം കിട്ടാനായിട്ട് ആരാ സഹായിക്കുന്നത്? നമ്മുടെ പ്രകൃതി തന്നെയാണല്ലേ? പ്രകൃതി വിചാരിക്കണേ ഇവരിന്ന് ഉറങ്ങണ്ട, ഇവർ സ്വസ്ഥമായിട്ട് ഉറങ്ങണ്ട എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കും? ഇല്ല. ഈ ആരുമില്ലാത്തവർക്ക് ഈ പ്രകൃതി എങ്ങനെയാണ് വാസസ്ഥലമായി മാറുന്നത്? അത് തന്നെയല്ലേ ഉദാഹരണം. ഈ ഓരോ ഇടങ്ങളിലും വീടില്ലാതെ നരകിക്കുന്ന ഓരോ മനുഷ്യരും കിടന്നുറങ്ങുമ്പോൾ അവിടെ അമ്മയായി മാറുന്നത്, അവർക്ക് സ്നേഹവും വാത്സല്യവും കാറ്റും കരുതലും ഒക്കെ ആയി മാറുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഈ പ്രകൃതിയാകുന്ന അമ്മ തന്നെയാണ്. ആ അമ്മയാണ് ഇവിടെ പറയുന്നത്, എന്താ? നീ ഉറങ്ങുമ്പോ എന്ത് ചെയ്യും? ലോകം നീലമയിലിനെ പോലെയാകും. പിന്നെയോ നീ കാണുന്ന കല്ലും പുല്ലുമെല്ലാം ചിറക് വെച്ച് പറന്നുയരും. പിന്നെയോ നീ മയങ്ങുമ്പോ, നീ ഉറങ്ങുന്ന സമയം യുദ്ധക്കളം പോലും എന്തായി മാറും? പൂക്കളമായി മാറും. പിന്നെ പറയുന്നത് എന്താ? അമ്മയില്ലാത്തവർക്കെല്ലാം ഞാൻ ആരായി മാറും? അമ്മയായി, അമ്മയുടെ സാമീപ്യമായി, സ്നേഹമായി ഞാൻ മാറും. അടുത്ത നോക്കിക്കേ. വറ്റും പുഴയിൽ നീർ പാടും, തളിർ മുറ്റുമുണങ്ങിയ കാട്ടിൽ. വറ്റും പുഴയിൽ, വറ്റിക്കിടക്കുന്ന പുഴയിൽ പോലും നീർ പാടും. നീർ എന്ന് പറഞ്ഞാൽ ജലം, വെള്ളം. നീർ എന്ന് പറഞ്ഞാൽ എന്താ? ജലം, വെള്ളം. വറ്റിക്കിടക്കുന്ന പുഴയിൽ പോലും നീ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്തായി മാറും? ജലമായി മാറും. ഓളമിളകുന്ന വെള്ളമായി ഞാൻ മാറും. പിന്നെയോ തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ, ഉണങ്ങിക്കരിഞ്ഞ കാട്ടിൽ പോലും ഞാൻ തളിരിടുന്ന ചെടിയായി മാറും. ശ്രദ്ധിച്ചേ,
കുഞ്ഞിനെ ഉറക്കാനായിട്ട് അമ്മ പറയാം, എന്താ, നീ ഉറങ്ങുന്ന സമയം ഈ വറ്റിക്കിടക്കുന്ന പുഴ പോലും ഓളങ്ങളൊഴുകുന്ന വെള്ളമുള്ളതായി മാറും. വരണ്ടുണങ്ങിയ വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും എന്തായി മാറി? ആ കുഞ്ഞിന് വേണ്ടി വെള്ളമുള്ള പ്രകൃതിയായി, പുഴയായി മാറുന്നു അല്ലേ. അടുത്തെന്താ പറയുന്നത്? തളിർക്കും. ആര് തളിർക്കും? കാട്. എങ്ങനെ നിന്ന കാട്? ഇലകളൊന്നുമില്ലാതെ കരിഞ്ഞുണങ്ങി നിന്ന കാട് പോലും തളിർനാമ്പിട്ട് നിൽക്കുന്നത് നിന്റെ സ്വപ്നത്തിൽ ഞാൻ കാണിച്ചു തരും. അതായത് എന്താണ്? ശുഭപ്രതീക്ഷയുടെ അടയാളമാണ് നമ്മുടെ പ്രകൃതി കുഞ്ഞിനെ താരാട്ട് പാടുമ്പോൾ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് പറയാനായി സാധിക്കും. ഇന്ന് നോക്കിയ ഭാഗം ഒരിക്കൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. എന്താ? നീ ഉറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ. നീ ഉറങ്ങുന്ന സമയത്തല്ലയോ മകളെ ഈ ലോകം വർണ്ണാഭമായ മയിലിനെ പോലെ നിന്റെ മുന്നിൽ എന്ത് ചെയ്യും? ചാഞ്ചാടും അല്ലേ. പിന്നെയോ, നിൻ മിഴിക്കുള്ളിൽ മകളെ കല്ലും പുല്ലുമേറുന്നു ചിറകിൽ. നിന്റെ കണ്ണിൽ കാണുന്ന കാഴ്ചയിലുള്ള പുല്ലും പിന്നെ കല്ലും എല്ലാം എന്ത് ചെയ്യും? ചിറക് വെച്ച് പറന്ന് ഉയരും. പിന്നെയോ, നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും. നീ മയങ്ങുമ്പോൾ, നീ ഉറങ്ങുന്ന സമയത്ത് കിനാവിൽ, സ്വപ്നത്തിൽ കൊടും പോർനിലം അല്ലേ, യുദ്ധക്കളം പോലും എന്തായി മാറും? പൂക്കളമായി മാറും. നമ്മുടെ ജീവിതത്തിലുള്ള സംഘർഷങ്ങളും ദുഃഖങ്ങളും എല്ലാം മറന്നുകൊണ്ട്, പൂക്കളമാകുന്ന സ്വപ്നം കണ്ടുകൊണ്ട്, യുദ്ധമെല്ലാം മറന്ന്, ജീവിതത്തിലെല്ലാം മറന്നുകൊണ്ട് നല്ലൊരു പൂക്കളം മാത്രം, ഈ ലോകത്തെക്കുറിച്ച് നല്ലത് മാത്രം നിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ സ്വപ്നത്തിൽ കൊണ്ടുവരിപ്പിക്കും. പിന്നെയോ, അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. അമ്മയില്ലാതെ ഈ ലോകത്ത് കഴിയുന്ന എല്ലാവർക്കും ഞാൻ ആരായി മാറും? അമ്മയുടെ സാമീപ്യമാകും, അമ്മയാകും. പിന്നെയോ, അവർക്ക് വെളിച്ചം പകരും, ജീവിതത്തിലെ വെളിച്ചം പകരും, ശുഭപ്രതീക്ഷയുള്ള ഒരു കാഴ്ച നൽകും. പിന്നെയോ, മറ്റും പുഴയിൽ നീർപ്പാടും. വറ്റിക്കിടക്കുന്ന പുഴയിൽ നീർപ്പാടും. നീർ എന്ന് പറഞ്ഞാൽ വെള്ളം, ജലം, തോയം അല്ലേ. അപ്പോ നീർപ്പാടും, പാടുക, ഓളം ഇളകുക അല്ലേ. അതായത് ഇവിടെ അർത്ഥമാക്കുന്നത് നീർ പാടുന്നതിന് വെള്ളം ഇങ്ങനെയല്ലേ ഒഴുകുന്നത്, അതുപോലെ എന്ത് ചെയ്യും? വെള്ളം ഒഴുകും. പിന്നെയോ, തളിർമുറ്റുമുണങ്ങിയ കാട്ടിൽ. കാടുകളിൽ മുറ്റി ഉണങ്ങി വരണ്ട് നിൽക്കുന്ന കാട്ടിൽ പോലും എന്ത് ചെയ്യോടാ? പച്ചപ്പ് കാണും, തളിർനാമ്പ് ഇടും. അപ്പൊ പ്രകൃതി നമ്മുടെ സ്വപ്നം പോലും മനോഹരമാക്കുന്നു. അമ്മയുടെ സാമീപ്യം നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നു അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം ഇന്ന് നോക്കിയാൽ മതി. ഇന്ന് എന്തായാലും ഞാൻ തുടർന്ന് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ കൂടുതൽ വരും. അപ്പോൾ എന്ത് ചെയ്യാം, ബാക്കി ഒരു 6, 7, 8 വരികളുള്ളത് നാളെ നമുക്ക് നോക്കിയിട്ട് നാളെ ആസ്വാദനക്കുറിപ്പ് പറഞ്ഞും എഴുതിയും നോക്കാം കേട്ടോ. അപ്പോൾ 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ പാഠപുസ്തകം എടുത്ത് വെച്ച് അർത്ഥം മനസ്സിലാക്കി സ്വന്തമായിട്ടൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ശ്രമിക്കുക. മറ്റു ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒരു ആസ്വാദനക്കുറിപ്പ് ഇത്രയും വരികൾ വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം 6ാം ക്ലാസ് എന്നല്ല, 7ാം ക്ലാസ് എന്നല്ല, 10ാം ക്ലാസ് SSLC പഠിക്കുന്ന കുഞ്ഞുങ്ങളായാൽ പോലും അല്ലെ, SSLC എക്സാമിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളായാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും പാഠഭാഗത്തിലെ ആസ്വാദനക്കുറിപ്പാണോ ചോദിക്കാറുള്ളത്? അല്ല, പുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും എന്ത് ചെയ്യാൻ, സ്വന്തമായിട്ട് എഴുതി നോക്കാൻ. സ്വന്തമായിട്ടൊക്കെ എഴുതി നോക്കുക. ആസ്വാദനക്കുറിപ്പ് ഉറപ്പായിട്ടും ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓണപരീക്ഷയ്ക്കെന്നല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്കെന്നല്ല, വാർഷിക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണടാ എന്തെന്ന് പറയുന്നത്. നമ്മുടെ ആസ്വാദനക്കുറിപ്പ് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് കുറച്ച് വരികൾ നമ്മൾ നോക്കി, കവിയെക്കുറിച്ച് നോക്കി. അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും വേണമെങ്കിൽ എഴുതാനുള്ളതാവും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചെങ്കിലും എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. ഇന്ന് പറഞ്ഞു തന്നതെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഞായറാഴ്ചയാണ് അല്ലേ. നിങ്ങൾക്ക് സിനിമ കാണാനും കളിക്കാനും പഠിക്കാനും എല്ലാത്തിനുമുള്ള ദിവസമാണ്. അതിനിടയിൽ എൻ്റെ ക്ലാസ്സും കൂടെ കാണാനായിട്ട് സമയം കണ്ടെത്തുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും കാണാനായിട്ട് പറയുക. നിങ്ങൾ എല്ലാവരും നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഈ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഒപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങുക. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് കാണാം. ആസ്വാദനക്കുറിപ്പ് നാളെ എഴുതി നോക്കാം. അപ്പോൾ നാളെ കാണുന്നതുവരേക്കും താങ്ക് യു.